മണ്ഡലപൂജ അടുത്തതോടെ ശബരിമലയിൽ ഭക്തജന തിരക്ക് കൂടുകയാണ്. ഇന്നലെ 97,268 പേർ ദർശനത്തിന് എത്തി. മണ്ഡലപൂജയോട് അനുബന്ധിച്ച് ശബരിമല ദർശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്ന 26-ാം തീയതി 30,000 പേരെയും മണ്ഡലപൂജ നടക്കുന്ന 27-ാം തീയതി 35,000 പേരെയും മാത്രം വെർച്വൽ ക്യൂ വഴി അനുവദിക്കും. സുജുറ്റി ബാബു സന്നിധാനത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം സന്നിധാനത്തെ ഒരുക്കങ്ങൾ, മറ്റ് ക്രമീകരണങ്ങൾ എന്തൊക്കെയാണെന്ന്. സുജു, ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് തിരക്ക് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇന്നലെ 97,000-ലധികം അയ്യപ്പന്മാർ ദർശനത്തിന് എത്തി. ഇനിയിപ്പോൾ മണ്ഡലപൂജയും ഒക്കെ എത്തുന്നതോടെ ദർശനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങൾ, നിയന്ത്രണങ്ങളൊക്കെ ഏത് തരത്തിലാണ്? മനു, ഇന്നലെ പോലെ തന്നെ ഇന്നും നല്ല തിരക്ക് തന്നെയാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഇന്നലെ 97,000, അതായത് 1,00,000-ഓളം അടുത്ത് തീർത്ഥാടകർ എത്തുകയും ചെയ്തിരുന്നു. ഇന്നും 34,000 തീർത്ഥാടകരാണ് ഇതുവരെ മല ചവിട്ടിയിരിക്കുന്നത്. ഈ തീർത്ഥാടന പാതയിൽ കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോഴും ധാരാളം ആളുകൾ എത്തുന്നു എന്ന് തന്നെ പ്രത്യേകത. സ്വാമി എവിടെ നിന്ന് എത്തുന്നത്? കോഴിക്കോട്. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? കുഴപ്പമില്ല അല്ലേ? എവിടെ സ്വാമി എവിടെ നിന്ന് വരുന്നത്? ഞാൻ തൊടുപുഴ. യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. അപ്പം വിവിധ സ്ഥലങ്ങൾ, കോഴിക്കോട് നിന്നെത്തുന്നു, തൊടുപുഴയിൽ നിന്നെത്തുന്നു, വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകരെയാണ് നമ്മൾ കാണുന്നത്. സ്വാമി എവിടെ നിന്നാണ് വരുന്നത്? കോഴിക്കോട്. നിങ്ങളെല്ലാം ഒരുമിച്ചുള്ള ആളുകളാണോ? എങ്ങനെയാണ് യാത്രയൊക്കെ? സുഖകരമായ യാത്ര. സുഖകരമായ യാത്ര അല്ലേ? തിരക്കുണ്ടായിരുന്നോ മുംബൈയിലൊക്കെ? പമ്പയില്ല, പെമ്പ കഴിഞ്ഞ് മരക്കൂടത്തിന് അങ്ങോട്ടേക്ക് തിരക്ക് അനുഭവപ്പെട്ടു. കുഴപ്പമില്ലായിരുന്നു അല്ലേ? തീർത്ഥാടകർ ദൂരെ നിന്നെത്തുന്ന ആളുകൾ തന്നെയാണ്. അവരെല്ലാം സുഖകരമായ യാത്ര എന്ന് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. ശബരിമലയിൽ നമുക്കറിയാം, ആദ്യ ചില ദിവസങ്ങൾക്ക് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും എത്തുന്ന തീർത്ഥാടകരുടെ ഭാഗത്തു നിന്നുള്ള പൊതുവെയുള്ള പ്രതികരണം ഇതുതന്നെയാണ്. ഈ തിരക്ക് 1,00,000-ഓളം അടുത്ത ആളുകൾ എത്തുമ്പോഴും സുഖദർശനം സാധ്യമാകുന്നു എന്നതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി തങ്കയങ്കി ഘോഷയാത്ര 26-നാണ് ശബരിമലയിൽ എത്തുക. ഇന്നലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് തങ്കയങ്കി ഘോഷയാത്ര ആരംഭിച്ചത്. പിന്നീട് ഓമലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ ക്ഷേത്രം, അങ്ങനെ തുടങ്ങി വിവിധ സ്ഥലങ്ങളിലെത്തി. ഇന്ന് കോന്നിയിൽ നിന്നാണ് ഈ തങ്കയങ്കി ഘോഷയാത്ര പുനരാരംഭിച്ചിരിക്കുന്നത്. അങ്ങനെ 26-ന് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തുകയും 26-ന് വൈകിട്ട് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. തുടർന്ന് അടുത്ത ദിവസമായി 27-ാം തീയതിയാണ് മണ്ഡലപൂജ നടക്കുക. അതോടുകൂടി ഈ മണ്ഡലകാലത്തിൻ്റെ ഒരു ആദ്യഘട്ടം പരസമാപ്തി വരികയാണ്. ഈ ദിവസങ്ങളിൽ, അതായത് 26-ന് 30,000 പേരെയും 27-ന് മണ്ഡലപൂജ നടക്കുന്ന 35,000 പേരെ മാത്രമാണ് ദർശനത്തിനായി അനുവദിക്കുക. ഈ ദിവസങ്ങളിൽ 2,000 പേർക്ക് മാത്രമായിരിക്കും സ്പോട്ട് ബുക്കിംഗ് കൊടുക്കുക. ഏതായാലും തീർത്ഥാടനം വളരെ സുഗമമായി മുന്നോട്ട് പോവുകയാണ്. മനു. ശരി സുജു, ഏതായാലും സന്നിധാനത്ത് ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അയ്യപ്പന്മാരുടെ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 97,000 പേരാണ് ഇന്നലെ ദർശനത്തിനെത്തിയത്. ഇന്നും ഏകദേശം നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. എല്ലാവരും സുഖദർശനമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്.